നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. 20 മണ്ഡലങ്ങളിലായി 290 സ്ഥാനാർത്ഥികൾ. വെല്ലുവിളിയായി അപരന്മാർ. മുഖ്യമന്ത്രി ഇന്ന് കോട്ടയത്ത്. കോൺഗ്രസ് പ്രകടന പത്രിക ഇന്ന്. മഹാറാലി നാളെ. 5 ഗ്യാരണ്ടികളും കശ്മീരിന് പ്രത്യേക സംസ്ഥാന പദവിയും. അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം തടയൽ വാഗ്ദാനവും ഉണ്ടായേക്കും. അരുണാചലിൽ മലയാളികളുടെ മരണം ദുരൂഹത അന്വേഷിക്കാൻ പ്രത്യേക സംഘം. ഇമെയിൽ ചാറ്റുകളിലെ രഹസ്യക്കോഡുകൾ കണ്ടെത്താൻ ശ്രമം. മരിച്ച ആര്യയുടെയും ദേവിയുടെയും സഹപ്രവർത്തകരുടെ മൊഴിയെടുക്കും. കേരള സ്റ്റോറിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച LDF-ഉം UDF-ഉം. നടപടി ചിത്രം ഇന്ന് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യാനിരിക്കെ സിനിമ കേരളത്തെ അപഹസിക്കുന്നതും മതസ്പർദ്ധ വളർത്തുന്നതുമെന്ന് മുഖ്യമന്ത്രി. അസത്യങ്ങളുടെ കെട്ടുകാഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ്. കരുവന്നൂർ കേസിൽ MM വർഗീസ് ഇന്ന് ഇഡിക്ക് മുന്നിൽ. സമയം നീട്ടണമെന്ന ആവശ്യം ഇഡി തള്ളി. കോർപ്പറേഷൻ കൌൺസിലർ PK ഷാജനും നോട്ടീസ്. PK ബിജു തിങ്കളാഴ്ച വീണ്ടും ഹാജരാകും. മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് ഇന്ന് നിർണായക ദിവസം. ഇഡിക്കെതിരായ ഐസക്കിന്റെ ഉപഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. തൃശൂർ മൂർക്കനാട് കത്തിക്കുത്തിൽ മരണം 2ആയി. മരിച്ചത് ആനന്ദപുരം സ്വദേശി സന്തോഷ്. പരിക്കേറ്റ് 4 പേർ ചികിത്സയിൽ. വെടിക്കെട്ടിനിടെയായിരുന്നു കത്തിക്കുത്ത്. കണ്ണൂരിൽ കാട്ടുപന്നി ആക്രമണം. വയോധികയ്ക്ക് ഗുരുതര പരുക്ക്. ആക്രമണം വീട്ടുവളപ്പിൽ കശുവണ്ടി ശേഖരിക്കുന്നതിനിടെ. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ-പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്. 100 years of trust. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. 20 മണ്ഡലങ്ങളിലായി 290 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം 8-ാം തീയതിയാണ്. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി K. ഫ്രാൻസിസ് ജോർജിന് 2 അപരന്മാരുണ്ട്. CPM പ്രാദേശിക നേതാവും അപരനായി പത്രിക നൽകിയിട്ടുണ്ട്. വടകരയിൽ KK ശൈലജയ്ക്ക് 3-ഉം ഷാഫിക്ക് 3 അപരന്മാരാണുള്ളത്. കോഴിക്കോട്ടെ LDF UDF സ്ഥാനാർത്ഥികൾക്കും 3 വീതം അപരന്മാരുണ്ട്. എളമരം കരീമിന് വേണ്ടി ബൂത്ത് ലെവൽ ഓഫീസർ പ്രചാരണത്തിന് ഇറങ്ങിയതായി UDF പരാതിയും നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് കടക്കുമ്പോൾ വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. VV അരുൺ തിരുവനന്തപുരത്ത് നിന്നും, G. ശ്രീജിത്ത് കോട്ടയത്ത് നിന്നും, MS അനീഷ് കുമാർ കോഴിക്കോട് നിന്നും. ആദ്യം G. ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. ഇന്ന് സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ ആരുടെയൊക്കെ പത്രികകളാണ് സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വിവരം നമുക്ക് ലഭ്യമാകും. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഞാൻ അല്പസമയം മുമ്പ് ഫ്രാൻസിസ് ജോർജിനൊപ്പമായിരുന്നു. അദ്ദേഹത്തിന്റെ വാഹന പ്രചരണത്തിലായിരുന്നു. അതായത് അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കുകയായിരുന്നു. അതായത് കോട്ടയത്തെ 2 അപരന്മാരെ കുറിച്ചും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഒരാൾ CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഫ്രാൻസിസ് ജോർജ് എന്ന പേരുള്ളയാൾ. അദ്ദേഹം കൂവപ്പള്ളിയാണ്, കാഞ്ഞിരപ്പള്ളിക്ക് സമീപം കൂവപ്പള്ളിയാണ് അദ്ദേഹത്തിന്റെ വീട് ഉള്ളത്. 2ാമത്തെ ആൾ തൃശൂർ അഞ്ചേരി സ്വദേശിയാണ്. ഇത് കേരള കോൺഗ്രസ് എമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്നും ഫ്രാൻസിസ് ജോർജ് ആരോപിക്കുകയാണ്. അതായത് സാധാരണഗതിയിൽ അപരന്മാരായ പലരും വരാറുണ്ട്, പക്ഷെ അത് പാർട്ടി ചുമതലയിലുള്ളവർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് കോട്ടയത്ത് ഉയർന്നിരിക്കുന്ന ഒരു ഗുരുതരമായ ആരോപണം. സ്വാഭാവികമായും ഇത് പാർട്ടി അറിഞ്ഞാണ് ഇങ്ങനെ നിന്ന് പാർട്ടി സ്ഥാനാർത്ഥിയും സ്വാഭാവികമായി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി കേരള കോൺഗ്രസ് എമ്മും CPM-ഉം ഇവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും. അറിയാതെയാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നതെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഫ്രാൻസിസ് ജോർജും ഒപ്പം തന്നെ DCC അധ്യക്ഷൻ നാട്ടകം സുരേഷും അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്തായാലും അപരന്മാർ വലിയ ചർച്ചയാകുന്നു. പ്രത്യേകിച്ച് കോട്ടയത്ത് അതിശക്തമായ പോരാട്ടമാണ് കേരള കോൺഗ്രസുകൾ തമ്മിൽ നടക്കുന്നത്. അതിനിടെ
ഫ്രാൻസിസ് ജോർജ് എന്ന പേര് തന്നെയുള്ള ആളുകൾ രണ്ടുപേർ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ച് ചിഹ്നം ഇനിയും വരേണ്ടതുണ്ട്. പക്ഷെ അതൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ ഇപ്പുറത്ത് രണ്ടിലെ എല്ലാവർക്കും അറിയുന്ന ചിഹ്നവുമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ രണ്ടുപേരെ സ്വതന്ത്രരായി ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്, അപരന്മാരായി ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ തങ്ങൾക്ക് വെല്ലുവിളിയില്ല എന്ന് UDF ക്യാമ്പ് പറയുമ്പോഴും ഒരു പരിധിവരെ അത്തരം വെല്ലുവിളികൾ കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ UDF നേരിടുകയാണ്. ശരി, ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും VV അരുൺ കൂടി ചേരുന്നു. അരുൺ, ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ആരുടെയൊക്കെ പത്രിക തള്ളും കൊള്ളും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകുമ്പോൾ തിരുവനന്തപുരത്തെ മണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അപരന്മാരുടെ വിവരങ്ങൾ കൂടി. 22 സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്ത് പ്രധാനമായും നാമനിർദ്ദേശ പത്രിക 22 പേരാണുള്ളത്. അതിൽ തന്നെ മുന്നണി സ്ഥാനാർത്ഥികൾ പുറമെ UDF-ന് ചില വിമത ശല്യങ്ങൾ കൂടിയുണ്ട്. വിമത ശല്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് ഷൈൻലാൽ മെനങ്ങാന്നാണ് സംഘടന രാജിവെച്ചത്. അവിടെ ചില മതവിഭാഗങ്ങൾക്ക് മാത്രമേ പരിഗണന നൽകുന്നുള്ളൂ, പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്ന പരാതിയൊക്കെ പറഞ്ഞുകൊണ്ടാണ്, അങ്ങനെ പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കത്തയച്ചുകൊണ്ടാണ് ഷൈൻലാൽ ഇന്ന് രാജിവെച്ചത്. ഷൈൻലാൽ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്വാഭാവികമായും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി ശശി തരൂരിന് അത് ചെറിയ തോതിലെങ്കിലും വെല്ലുവിളിയാകുമെന്ന ഒരു വിലയിരുത്തലാണുള്ളത്. ഷൈൻലാൽ കുറച്ച് വോട്ട് പിടിച്ചാൽ പോലും അത് കോൺഗ്രസിന്റെ വോട്ടാണ്. കടുത്ത മത്സരമാണ്, വളരെ ശക്തമായ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടും വളരെ നിർണായകമാണ്. കഴിഞ്ഞ തവണത്തെ പോലെ അത്ര അനായാസം ശശി തരൂർ ജയിച്ചു കയറും എന്നൊരു പ്രതീക്ഷ കോൺഗ്രസ് കേന്ദ്രങ്ങൾക്ക് പോലുമില്ല. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശക്തനാണ്, പ്രബലനാണ്, ജനകീയനാണ്. BJP-യും കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്തിന് പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അതിശക്തമായ പ്രചരണമാണ് തലസ്ഥാനത്ത് കാഴ്ചവെക്കുന്നത്. അവർ വിജയം ഉറപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ പ്രചരണമൊക്കെ. അതുകൊണ്ട് തന്നെ അതിശക്തമായ ത്രികോണ പോരാട്ടത്തിൽ ഓരോ വോട്ടും നിർണായകമാകും. അവിടെയാണ് ഈ UDF-ന് കോൺഗ്രസിന് ഈ ഒരു വിമത സ്ഥാനാർത്ഥി ശല്യമുണ്ടാക്കുമെന്ന ആശങ്ക ഉയർന്നു വന്നിരിക്കുന്നു. മറ്റൊരു സ്ഥാനാർത്ഥി പ്രധാനമായും തിരുവനന്തപുരത്ത് പറയേണ്ടത് CSIയുടെ മുൻ ബിഷപ്പ് ധർമ്മരാ റസാലത്തിന്റെ ഭാര്യയാണ്. ധർമ്മരാ റസാലത്തിന്റെ ഭാര്യ ഷേർലി റസാലവും പത്രിക നൽകിയിട്ടുണ്ട്. അതും വളരെ കൗതുകകരമായ, ഒരുപക്ഷെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു നീക്കമാണ്. കാരണം CSI സഭയുടെ വലിയ സ്വാധീനമുള്ള ആൾ നേരത്തെ ഈ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണമൊക്കെ ഉയരുകയും അതിന്റെ പേരിൽ സംഘടനയ്ക്കുള്ളിൽ സഭയ്ക്കുള്ളിൽ വലിയ പ്രശ്നം ഉണ്ടാവുകയും ചെയ്തതാണ് ധർമ്മരാജ സ്ഥലം മാറിയതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരരംഗത്ത് വരുന്നത് ഏതെങ്കിലും തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടാക്കുമോ എന്ന ആശങ്ക മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഒരുപോലെയുണ്ട്. മറ്റു ചില ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ രഹസ്യമായും ഒക്കെ നേതാക്കൾ പറഞ്ഞു വരുന്നുണ്ട്. അത് ധർമ്മരാജ റസാലത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കത്തിൽ അന്വേഷണത്തിന് സാധ്യതയുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള സ്ഥാനാർത്ഥിയാണിത്. അങ്ങനെ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീഷണി ചില കേന്ദ്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. അതിന്റെ ഭാഗമായുള്ള സ്ഥാനാർത്ഥമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നത്. അങ്ങനെ വളരെ സങ്കീർണമാവുകയാണ് തലസ്ഥാനത്തെ സ്ഥാനാർത്ഥി ചിത്രം. ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. 8-ാം തീയതി വരെ ഈ വിമത സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കാനുള്ള സമയമുണ്ട്. അതിനുള്ള നെട്ടോട്ടത്തിലാകും. ഇന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായി ചില പത്രികകളെങ്കിലും ഈ സൂക്ഷ്മ പരിശോധന തള്ളിപ്പോകും. രാഷ്ട്രീയ പാർട്ടികൾ പൂരിപ്പിക്കുന്ന ആ കൃത്യതയും അതിന്റെ കണിശതയൊന്നും മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കൊന്നും ഉണ്ടാകില്ല. അപരന്മാർക്കും വിമതന്മാർക്കും ഒക്കെ അത് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രതീക്ഷ ഇന്ന് വൈകിട്ട് 3 മണി വരെ ഉണ്ടാകും. സ്ക്രൂട്ടിനി കഴിയുന്നവരെ മുന്നിലേക്കുണ്ടാകും. അതിനുശേഷമുള്ള മണിക്കൂറുകൾ 8-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ ഈ വിമതരെ അവരെ പിൻവലിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാകും മുന്നണി സ്ഥാനാർത്ഥികളും മുന്നണി നേതൃത്വവും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ചുക്കാൻ പിടിക്കുന്നവരുമൊക്കെ. ശരി അരുൺ, എന്തായാലും കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനോട് അല്പസമയം മുമ്പാണ് ശ്രീജിത്ത് സംസാരിച്ചത്. നമുക്ക് ആ സംഭാഷണത്തിലേക്ക് ഒന്ന് പോയി വരാം. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായിരിക്കുന്നു. അതിനിടെയാണ് ഇതാ കോട്ടയത്ത് 2 അപരന്മാർ ഫ്രാൻസിസ് ജോർജിന് എതിരെ വന്നിരിക്കുന്നു എന്ന ഒരു കൃത്യമായ വിവരം വരുന്നത്. എന്നോടൊപ്പമുണ്ട് ഫ്രാൻസിസ് ജോർജ്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പര്യടനം തുടരുകയാണ്. 2 അപരന്മാരാണ് വന്നിരിക്കുന്നത്. ഒരാൾ CPM-ന്റെ പ്രാദേശിക ലോക്കൽ കമ്മിറ്റി അംഗമെന്ന് പറയുന്നു. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? മറ്റേയാൾ കേരള കോൺഗ്രസ് എമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ അറിയുന്ന ആളാണ്. അറിയുന്ന ആൾ തന്നെയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ല, അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല്
LDFന്റെ തികഞ്ഞ പരാജയ ഭീതിയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ വരുന്നത്. അതിപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതൊന്നും ഭയപ്പെടുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുന്നത് പോലെ ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല, വോട്ടിൽ ഒരു കാരണവശാലും ബാധിക്കില്ല. ഇത് അവർക്കിത് പ്രതികൂലമായിട്ട് മാത്രമേ വരികയുള്ളൂ. കാരണം ഇതുപോലെ ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുമ്പോൾ അതിൽ പരസ്പരം ആരോഗ്യകരമായിട്ടുള്ള മത്സരമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു തരത്തിലുള്ള എന്താ പറയുക, അങ്ങനെയുള്ള ആ ഒരു മത്സരത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു നടപടി ഇതിപ്പോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണല്ലോ. അത് ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. ജനങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കും. സാധാരണഗതിയിൽ ഈ നേതാക്കളൊന്നും വരാറില്ല അങ്ങനെ ഇങ്ങനെ അപരന്മാരായിട്ട്. പലയിടത്തും അപരന്മാര് വരാറുണ്ട് തെരഞ്ഞെടുപ്പിൽ. ഇതിപ്പോ നേതാക്കൾ വരുന്നു എന്നുള്ളതാണ്. വേറെ സാധാരണ ജനങ്ങൾ നിന്നു കൊടുത്തിട്ടുണ്ടാവില്ല. അവരാരും ഇതിന് തയ്യാറായിട്ടുണ്ടാവില്ല. പലരെയും അവർ സമീപിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. പക്ഷെ അവര് ഒന്നും അതിന് തയ്യാറായിട്ടുണ്ടാവില്ല. കാരണം ഒരു സാമാന്യമായി ഒരു നല്ല രീതിയിൽ ഒരു സ്വതന്ത്രവും നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്ന ആരും ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് പോവില്ല. അപ്പോൾ അവരുടെ പാർട്ടിക്കാരെ തന്നെ നിർബന്ധിച്ച് നിർത്തിയതാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. CPM-നും കേരള കോൺഗ്രസ് എമ്മിനും ഈ കാര്യത്തിൽ മനസ്സറിവില്ല എങ്കിൽ ഉടൻ തന്നെ ഈ രണ്ടുപേർക്കെതിരെയും നടപടിയെടുക്കണം. കാരണം അവർ സ്വതന്ത്രമായി നോമിനേഷൻ കൊടുത്തതാണെങ്കിൽ അവർ മത്സരിക്കുന്നത് LDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ കൂടിയാണല്ലോ. അപ്പോൾ സ്വന്തം പാർട്ടിക്കാര് തങ്ങളുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ, സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ സാധാരണ ഇതിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ത് ചെയ്യും? രണ്ടുപേർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഇവരുടെ മനസ്സറിവോടുകൂടിയാണ് ഈ നാടകം അരങ്ങേറുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജനങ്ങളോട് ഇത് പറയൂലേ? തീർച്ചയായിട്ടും പറയും. ഞങ്ങളിത് ഞങ്ങളായിട്ടുണ്ടാക്കിയ ഒരു കാര്യമല്ലല്ലോ. അവർ തന്നെ ചെയ്തൊരു കാര്യം, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർ അങ്ങനെ പറയട്ടെ. അപ്പൊ സ്വാഭാവികമായി ഞങ്ങൾക്കിത് ജനങ്ങളുടെ മുൻപാകെ വിശദീകരിക്കേണ്ടതായിട്ട് വരും. കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി പറയണ്ടേ. ഈ പറയുന്ന 2 പേര് UDF സ്ഥാനാർത്ഥിയുടെ അതേ പേരിൽ ഏതാണ്ട് സമാന രീതിയിലുള്ള പേരിൽ 2 പേര് വന്നപ്പോൾ അതെങ്ങനെ വന്നു എന്നുള്ളതാണ്. LDFന്റെ പേര് സ്ഥാനാർത്ഥിയുടെ പേരിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ അതെങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറയേണ്ടതായിട്ട് വരും. പ്രചരണ രംഗത്ത് ഉന്നയിക്കൂല്ലേ? നാട്ടകം സുരേഷ് DCC പ്രസിഡന്റും നമ്മോടൊപ്പം ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയും. ഇത് ഇടതുമുന്നണിയുടെ പരാജയ ഭീതിയിൽ നിന്നുള്ള എക്കാലവും അവർ കാണിക്കുന്ന കുതന്ത്രങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇതിനെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. കോട്ടയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതാനായിട്ട് കോട്ടയത്തെ ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. 2 സർക്കാരുകൾക്കെതിരായിട്ടുള്ള വലിയ വിരോധമാണ് ഇവിടെ ജനങ്ങൾക്കുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ഇതൊന്നും ഒരു തെരഞ്ഞെടുപ്പിനെ സത്യസന്ധമായി നീതിപൂർവ്വം തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ഒരു കാലത്തും ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. അവരെപ്പോഴും ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളും കാര്യങ്ങളുമായിട്ടാണ് അവർ തെരഞ്ഞെടുപ്പിലെ എതിർ സ്ഥാനാർത്ഥിയെതിരെ വരുന്നത്. ഇന്നലെ നോമിനേഷൻ കൊടുത്ത സമയത്ത് ഞങ്ങൾ ഇന്നലെ നടത്തിയ റോഡ് ഷോ, ഇന്ന് നടക്കുന്ന ഈ പരിപാടി എത്ര വലിയ സ്വീകാര്യതയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക്. അപരന്മാരൊന്നും നിങ്ങളെ ബാധിക്കില്ല. ഒന്നും അങ്ങൾക്കാവുന്ന ഒരു പ്രശ്നമേ ഇല്ല. എന്തായാലും അതാണ് നാട്ടകം സുരേഷും പറയുന്നത്. സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത് പ്രകാരം കേരള കോൺഗ്രസ് എമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം തന്നെ ഇതാ ഒരു അപരനായി എത്തിയിരിക്കുകയാണ്. ഫ്രാൻസിസ് ജോർജിനെതിരെ ഒരാൾ, മറ്റേയാൾ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗവും. അങ്ങനെ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ ചായ്വുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളായി നിൽക്കുന്നവർ തന്നെ വന്ന് അവർ അക്കാര്യത്തിൽ പാർട്ടിക്ക് പങ്കില്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും സ്ഥാനാർത്ഥി കൂടിയായ ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെടുകയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം G. ശ്രീജിത്ത്, News 18 കോട്ടയം. ശ്രീജിത്ത് തുടരുന്നുണ്ട് നമുക്കൊപ്പം. ശ്രീജിത്ത്, ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകത മുഖ്യമന്ത്രി കോട്ടയത്തേക്ക് വരുന്നു. കോട്ടയം മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് നടക്കുന്നത് എന്നുള്ളതാണ്. തോമസ് ചാഴികാടന് വേണ്ടി മുഖ്യമന്ത്രി ഇന്ന് വോട്ട് ചോദിക്കുകയാണ്. തലയോലപ്പറമ്പിലാണ് ആദ്യ പരിപാടി എന്നറിയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പാലായിലെ നവകേരള സദസ്സിലുണ്ടായ മുഖ്യമന്ത്രി ക്ഷോഭിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൗതുകം നിറഞ്ഞ ഒരു വേദി കൂടിയാകില്ലേ അത്? തീർച്ചയായും പാലായിലെ വേദിയിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ എങ്ങനെ എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായുള്ളത്. മുഖ്യമന്ത്രി കാര്യമായി താൻ ചാഴിക്കാടനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള തിരുത്തലുകൾ ചില രീതിയിൽ നടത്തിയെങ്കിലും
പാലായിലെ വേദിയിലേക്ക് അദ്ദേഹം വീണ്ടും എത്തുമ്പോൾ എന്തു പറയും, ചാഴിക്കാടനെ എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ കേരള കോൺഗ്രസ് എം പ്രാദേശിക നേതാക്കളൊക്കെയും അല്പം ആശങ്കയോടെയാണ് ഇതിനെ കാണുന്നതെന്ന് അവർ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി ഏതെങ്കിലും സമയത്ത് ചില അപ്രതീക്ഷിതമായ ചില പ്രതികരണങ്ങളൊക്കെ നടത്താറുണ്ട്. അത് അങ്ങനെ ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയും അവർ രഹസ്യമായി പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും കൗതുകകരമാണ്. മുഖ്യമന്ത്രി ചാഴിക്കാടനെ ഉയർത്തിക്കാട്ടാൻ തന്നെയായിരിക്കും സ്വാഭാവികമായും ശ്രമിക്കുക. തലയോലപ്പറമ്പിൽ രാവിലെ 11 മണിക്കും 4:30 പാലായിലും 6 മണിക്ക് തിരുനക്കര മൈതാനിയിലുമാണ് മുഖ്യമന്ത്രിയുടെ പരിപാടിയുള്ളത്. സ്വാഭാവികമായും ആദ്യ പരിപാടിയിൽ തന്നെ കേരള സ്റ്റോറീസിന്റെ ആദ്യ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതേണ്ടി വരും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് കോട്ടയത്തെ സംബന്ധിച്ച്. ഇന്ന് മുഖ്യമന്ത്രി കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുകയാണ്. ശരി ശ്രീജിത്ത്, നമുക്കിനി കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഇന്ന് എന്തായാലും നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപരന്മാരുടേതാണ്. UDF സ്ഥാനാർത്ഥിക്കും LDF സ്ഥാനാർത്ഥിക്കും അവിടെ 3 വീതമാണ് അപരന്മാർ ഉള്ളതെന്ന് അറിയുന്നു. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? എങ്ങനെ പുരോഗമിക്കുന്നു പ്രചാരണം? തീർച്ചയായും അപരശല്യം തന്നെയാണ് കോഴിക്കോടും ഒപ്പം വടകര മണ്ഡലത്തിലും പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വില്ലനായി മാറിയിരുന്നത്. പത്രിക സമർപ്പിക്കാനുള്ള അവസാനം സമയം കഴിഞ്ഞപ്പോഴും 29 പേരാണ് പത്രിക നൽകിയിരിക്കുന്നത്. ഇതിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ 15 പേരും വടകര മണ്ഡലത്തിൽ 14 പേരുമാണ് പത്രിക നൽകിയിരിക്കുന്നത്. അവസാന ദിവസമാണ് ഈ പത്രിക നൽകുന്നതിലുള്ള കൂട്ടയിടി ദൃശ്യമാവുകയും ചെയ്ത്. വടകര മണ്ഡലത്തിൽ ഈ ഷാഫി പറമ്പിലിനൊപ്പം ഈ ഷാഫി എന്ന സ്വതന്ത്രൻ പത്രിക നൽകി, ഷാഫി PT എന്ന മറ്റൊരു സ്വതന്ത്രം നൽകിയിട്ടുണ്ട്. ശൈലജ KK, ശൈലജ P എന്നിവരടക്കമുള്ള ആളുകൾ വടകര മണ്ഡലത്തിലും പത്രിക നൽകിയിരിക്കുന്നു. അതായത് ഒന്നിലധികം അപരന്മാർ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് സൂക്ഷ്മ പരിശോധന നടക്കുമ്പോൾ ഈ സംബന്ധിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ ക്ലെയിമുകൾ കേട്ട ശേഷം, അല്ലെങ്കിൽ ഈ സ്വതന്ത്രന്മാർ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ ഈ പത്രിക നൽകിയിരിക്കുന്നതെന്ന് പരിശോധിച്ച ശേഷം ഒരുപക്ഷെ പത്രികകൾ തള്ളും എന്നൊരു പ്രതീക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾക്കുണ്ട്. കോഴിക്കോടും ഈ കോഴിക്കോട് രാഘവൻ NT, രാഘവൻ P എന്നീ പേരുകളിലുള്ള ആളുകളും അബ്ദുൽ കരീം അരവിന്ദ് എന്നൊക്കെ ഉള്ള പേരിലുള്ള മറ്റു ചില വ്യക്തികളും ഈ പത്രിക നൽകിയിട്ടുണ്ട്. അതായത് എളമരം കരീമിനും MK രാഘവനും ഒക്കെ അവരുടെ പേരുകളിൽ തന്നെ അപരന്മാർ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇന്ന് ഈ നാമനിർദ്ദേശ പത്രികയിൽ വിശദമായ സൂക്ഷ്മ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇതനുസരിച്ചായിരിക്കും ആരൊക്കെ മത്സരരംഗത്തുണ്ടാവും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുക. ഒപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പരാതികളും ഈ കോഴിക്കോട് മണ്ഡലത്തിലും വടകര മണ്ഡലത്തിലുമൊക്കെ പലപ്പോഴും ഉയർന്നിരുന്നു. ഇപ്പോൾ UDFന്റെ ഇലക്ഷൻ കമ്മിറ്റി ഒരു 4ാം ബൂത്തിലെ കോഴിക്കോട് സൗത്ത് നിയോജകമണ്ഡലം 4ാം ബൂത്തിലെ BLO ആയ ബൂത്ത് ലെവൽ ഓഫീസറായ ലതാ മോഹൻ എന്ന ഉദ്യോഗസ്ഥയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നു. CPM പ്രവർത്തകർക്കൊപ്പം കിഴക്കേ കോട്ടപ്പുറ ഭാഗത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. BLO എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇടപെടാൻ പാടില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടാൻ പാടില്ല എന്ന ചട്ടം ലംഘിച്ചാണ് ഇത്തരത്തിൽ ഈ നിയമവിരുദ്ധമായി വോട്ട് തേടുന്നത് എന്ന ആരോപണമാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. അവർ അടിയന്തരമായി ഈ BLO സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുമുണ്ട്. നേരത്തെ നമുക്കറിയാം, മന്ത്രി മുഹമ്മദ് റിയാസ് ചട്ടം ലംഘിച്ച് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് UDF പരാതി നൽകുകയും ഇക്കാര്യത്തിൽ മന്ത്രിയോട് വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തേടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം വടകരയിൽ തന്നെ വ്യക്തിഹത്യ നടത്താൻ UDF ശ്രമം നടത്തുന്നു, അല്ലെങ്കിൽ തൻ്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാരോപിച്ച് ശൈലജ ടീച്ചറും പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും കോഴിക്കോട് വടകര മണ്ഡലങ്ങളിലൊക്കെ വലിയ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിലേക്ക് നീങ്ങുമ്പോൾ പരസ്പരമുള്ള വാക്പോരുകളും ഒപ്പം പരാതികളുമൊക്കെ അവസാന ഘട്ടങ്ങളിലും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴും ഉയരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ പരാതികളിൽ നിന്നും വ്യക്തമാവുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അതാണ് വടകരയിലെയും കോഴിക്കോട്ടെയും തെരഞ്ഞെടുപ്പ് ചിത്രം ഇതുവരെയുള്ളത്. മറ്റൊരു വാർത്ത, കേരള സ്റ്റോറി ദൂരദർശൻ ഇന്ന് സംപ്രേഷണം ചെയ്യാനിരിക്കെ പ്രതിഷേധം ശക്തമാവുകയാണ്. സിനിമ ദൂരദർശൻ പ്രദർശിപ്പിക്കുന്നതിൽ പ്രതിഷേധവുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രംഗത്തു വന്നു. സിനിമ കേരളത്തെ അപഹസിക്കുന്നതും മതസ്പർദ്ധ വളർത്തുന്നതുമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. അസത്യങ്ങളുടെ കെട്ടുകാഴ്ചയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത്. സിനിമ പ്രദർശിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിട്ടുണ്ട്. VV അരുൺ ചേരുന്ന വാർത്തയുടെ
വിശദാംശങ്ങളുമായി അരുൺ. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചിത്രം ഇന്ന് ദൂരദർശൻ സംപ്രേഷണം ചെയ്യാനിരിക്കെ, അതും ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ സംപ്രേഷണം ചെയ്യാനിരിക്കെ എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? പ്രതിപക്ഷ നേതാവിന്റെ കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? എന്തായാലും വളരെ വിവാദമായ ആ ചിത്രം ഇന്ന് ദൂരദർശൻ സംപ്രേഷണം ചെയ്യുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ തന്നെ അത് സംപ്രേഷണം ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് അത് വലിയ മതസ്പർദ്ധ വളർത്തുന്ന ചിത്രമാണെന്നും കേരളത്തെ അപഹസിക്കുന്ന ചിത്രമാണെന്നുമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നത്. അതിനെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നിരുന്നു. അസത്യങ്ങളുടെ കെട്ടുകാഴ്ചയെന്ന് അദ്ദേഹം വിമർശിച്ചു. ഒപ്പം സിനിമ പ്രദർശിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തും നൽകിയിട്ടുണ്ട്. ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ ലാഭമുണ്ടാക്കുകയെന്ന സംഘപരിവാർ താൽപര്യമാണ് സിനിമ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിലെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിനിമ സംപ്രേഷണം ചെയ്യുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം ഇന്ന് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. കുടപ്പനക്കുന്ന് ദൂരദർശൻ കേന്ദ്രത്തിന് മുന്നിൽ 10 മണിയോടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുകയാണ്. വി അരുൺ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിക്കഴിഞ്ഞു. അതുതന്നെയാണ് കേരള സ്റ്റോറി വീണ്ടും കേരളത്തിൽ വിവാദമാവുകയാണ്. നേരത്തെ നിരവധി തവണ ചർച്ച ചെയ്തു പോയ വിഷയമാണ്. അന്നൊക്കെ കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് ഉയർന്നതുമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വീണ്ടും കേരള സ്റ്റോറി രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. കേരള സ്റ്റോറി ഇന്നാണ് ദൂരദർശൻ രാത്രി 8 മണിക്കാണ് പ്രദർശിപ്പിക്കുന്നത്. ഇത് അനുവദിക്കാൻ പാടില്ലെന്ന ആവശ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. പ്രതിപക്ഷ നേതാവ് ഇതിനകം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്തയച്ചു. തെരഞ്ഞെടുപ്പ് ഇടയിൽ പ്രദർശനം നിരോധിക്കണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രിയും ഇന്നലെ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. പ്രദർശനം നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് ദൂരദർശൻ പിന്മാറണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് സമാന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് കുടപ്പനക്കുന്നിലെ ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ശക്തമായ പ്രതിഷേധമാണ് കേരള സ്റ്റോറി വിഷയത്തിൽ വീണ്ടും സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത്. ശരി, വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കുകയാണ്. വിവിധ വിഭാഗങ്ങൾക്കായുള്ള 5 ന്യായ് ഗ്യാരണ്ടികൾ ഉൾപ്പെടുന്നതാകും പത്രിക. ഇതിനു പുറമെ കശ്മീരിന് പ്രത്യേക സംസ്ഥാന പദവി, അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം തടയൽ തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കും. വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നാളെ മഹാറാലി നിശ്ചയിച്ചിട്ടുണ്ട്. ER രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. രാകേഷ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രകടന പത്രിക അത്രത്തോളം ഗൗരവമുള്ളതായിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അശ്വതി, കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങുകയാണ്. 11:30 കോൺഗ്രസ് ആസ്ഥാനത്ത് AICC ആസ്ഥാനത്ത് വെച്ചാണ് പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെക്ക് പുറമെ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. ഏതായാലും P. ചിദംബരം അധ്യക്ഷനായ സമിതിയാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. ശശി തരൂർ, ഒപ്പം തന്നെ ഇമ്രാൻ പ്രതാപ്ഗഡി തുടങ്ങിയവരും ഈ സമിതിയിൽ അംഗങ്ങളായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ച് ചില സംസ്ഥാനങ്ങൾ നേരിട്ട് ചർച്ച നടത്തിയാണ് ഏതായാലും പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ലഭിച്ച നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 5 ന്യായ് ഗ്യാരണ്ടികൾ രാഹുൽ ഗാന്ധി നേരത്തെ യാത്രയിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പ്രഖ്യാപിച്ചാണ്. അതിൽ ഊന്നിക്കൊണ്ട് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതിനെ കോൺഗ്രസ് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നീതിയുടെ 5 തൂണുകൾ എന്നുള്ളതാണ്. സ്ത്രീകൾക്കായുള്ള ന്യായ് പദ്ധതി, ഒപ്പം തന്നെ യുവാക്കൾക്ക്, കർഷകർക്ക് തുടങ്ങി 5 ന്യായ് പദ്ധതികൾ അതിൽ ഊന്നിക്കൊണ്ട് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന കാര്യം വ്യക്തമാണ്. ഒപ്പം മറ്റ് വിഷയങ്ങളിൽ കോൺഗ്രസ് എന്തു പറയുന്നു എന്നുള്ളതും നിർണായകമാണ്. ഇതിൽ ഏറ്റവും പ്രധാനം PMLA ആക്ട് റദ്ദാക്കും എന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ആയുധമാക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഇത് റദ്ദാക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തിയേക്കുമെന്നാണ് സൂചന. കാരണം നേരത്തെ കഴിഞ്ഞ ദിവസം CPM-ന്റെ പ്രകടന പത്രിക പുറത്തു വന്നപ്പോഴും അതുതന്നെയാണ് CPM സൂചിപ്പിക്കുകയും ചെയ്തിരുന്നത്. മറ്റൊന്ന്, CAA വിഷയത്തിൽ എന്തായിരിക്കും നിലപാട്? CAA റദ്ദാക്കുമെന്ന് തന്നെയായിരിക്കും കോൺഗ്രസ് നിലപാടെന്ന സൂചന. കാരണം കേരളത്തിലടക്കം CAA അടക്കമുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയാണ്. CAA നടപ്പാക്കില്ല എന്ന് CPM പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ജമ്മു കശ്മീരിന് പ്രത്യേക സംസ്ഥാന പദവി നൽകുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ലഡാക്കിനും പ്രത്യേക പദവി നൽകുമോ എന്ന കാര്യവും
എന്താ എന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെ OPS പദ്ധതി, അതായത് ഓൾഡ് പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ട് ഇതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ നിർണായകമായിരിക്കും. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഓൾഡ് പെൻഷൻ സ്കീം അടക്കമുള്ള വിഷയങ്ങൾ തിരികെ കൊണ്ടുവരും എന്നടക്കമുള്ള പ്രഖ്യാപനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രകടന പത്രികയിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും 11:30-ക്കാണ് പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൽ കോൺഗ്രസ് നേതാക്കൾ എന്തു പറയുന്നു, പ്രകടന പത്രിക എന്തൊക്കെ പറയുന്നു എന്ന് അറിയുകയും ചെയ്യാം. ഏതായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെല്ലാം സൂചനകൾ മാത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനം ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം വലിയ ചർച്ചാ വിഷയമാണ്. അപ്പോൾ PML ആക്ട് റദ്ദാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക കോൺഗ്രസ് ഇന്ന് പുറത്തിറക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, വലിയ ചർച്ച ചെയ്ത അവരുടെ നിലപാടുകൾ വലിയ രീതിയിൽ എടുത്ത കാര്യങ്ങളിൽ ഏത് രീതിയിലായിരിക്കും പ്രകടന പത്രികയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ രംഗത്തെ വിദഗ്ധർ. എന്തായാലും രാകേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. അരുണാചൽ പ്രദേശിലെ മലയാളികളുടെ മരണത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘം. തിരുവനന്തപുരം കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലാണ് സംഘത്തെ നിയോഗിച്ചത്. മരിച്ച ദേവിയുടെയും ആര്യയുടെയും സഹപ്രവർത്തകരുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. അരുണാചലിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് വരെയുള്ള ഇമെയിൽ ചാറ്റുകൾ വീണ്ടെടുക്കാനാണ് ശ്രമം. VV വിനോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനോദ്, വളരെ ദുരൂഹത നിറഞ്ഞ ഒരു കേസാണിത്. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം വരുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്, പ്രത്യേകിച്ച് ഇമെയിൽ ചാറ്റുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? അശ്വതി, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ആര്യയുടെ ഇമെയിലുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത കുറേയധികം വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഇതിൽ കാണുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം തന്നെ ഈ ഡാർക്ക് നെറ്റിൽ, അതായത് ഇത്തരത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങളും അധോലോക പ്രവർത്തനങ്ങളും ഒക്കെയും നടക്കുന്ന ഒരിടമാണ് ഡാർക്ക് നെറ്റ്. ഈ ഡാർക്ക് നെറ്റിൽ ഇവർ പരതിയിരുന്നു, അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് ഇവർ കയറുകയും അവിടെ കാര്യങ്ങൾ പരതുകയും ചെയ്തിരുന്നു എന്ന ചില സൂചനകൾ. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 466 പേജുകൾ ഡൗൺലോഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന വിവരങ്ങൾ. ഇതിൽ തന്നെ പറയുന്നത് ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല. മനുഷ്യന്റെ ഭാവിയെക്കുറിച്ച് പറയുന്നു. ദിനോസറുകളെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റിയതാണെന്നാണ് ആര്യ ഡൗൺലോഡ് ചെയ്ത ചില രേഖകളിൽ പറയുന്നത്. ഇത് ഇത്തരം രേഖകളും ഇത്തരം ലേഖനങ്ങളും ഒക്കെയും നിരന്തരം വായിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ചിരുന്നു എന്നത് തന്നെയാണ്. മനുഷ്യനെയും 90% ജീവിവർഗങ്ങളെയും 2 ഗ്രഹത്തിലേക്ക് മാറ്റും. സ്പേസ് ഷിപ്പുകൾ ഉണ്ടാകും. ഇതിന്റെ ഇന്ധനമായി ഉപയോഗിക്കാൻ പോകുന്നത് ഉൾക്കകളിൽ നിന്നുള്ള ആന്റി കാർബൺ ആണ്. ഈ തരത്തിലുള്ള വളരെ വിചിത്രമായ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ മറ്റ് ഗ്രഹങ്ങളിൽ ജീവസാന്നിധ്യമുണ്ട് എന്ന് അവർ വിശ്വസിക്കുകയും അവിടേക്ക് പോകാൻ കഴിയുമെന്ന് ഇവർ കരുതുകയും ചെയ്യുന്നു. ഇതുതന്നെയാണ് ഈ മരണങ്ങളിലേക്ക് നയിച്ചതെന്ന ഒരു കാര്യം. ഇവർക്ക് ഈ ലേഖനങ്ങൾ ഒരുപക്ഷെ നമുക്കറിയാം, ഇപ്പോഴും ശാസ്ത്രലോകം അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ ഒരു സ്ഥിരീകരണത്തിന് മുൻപ് തന്നെ അതെല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഭൂമിക്ക് സമമായ രീതിയിൽ ഉള്ള ഗ്രഹങ്ങൾ, അവിടെ ജീവസാന്നിധ്യം ഉണ്ടായേക്കാം എന്നുള്ള തരത്തിലുള്ള നിഗമനങ്ങൾ ശാസ്ത്രലോകം അത്തരത്തിലുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുമ്പോൾ തന്നെ ഇവർ അത് ഉണ്ടെന്ന് വിശ്വസിക്കുകയും അവിടേക്ക് മരണാനന്തരം അവിടെ ജീവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അത് തീർച്ചയായും ഇവർക്ക് മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഡാർക്ക് നെറ്റ് പോലുള്ള നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ശാസ്ത്രലോകത്ത് ഡാർക്ക് നെറ്റ് പോലുള്ള ഈ വലകളിൽ ചെന്നുപെട്ടാൽ അതിൽ നിന്ന് പിന്നീട് ഒരു മോചനം പലപ്പോഴും സാധ്യമല്ല. ബ്ലൂ വെയിൽ ഗെയിമൊക്കെ അതിന്റെ ഒരു ചെറിയ ഒരു ഘടകം മാത്രമാണ്. കുട്ടികളെയൊക്കെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു വലിയ ശൃംഖല, ഒരു കണ്ണി. ഇത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സംഭവമാണ്. മയക്കുമരുന്ന് വ്യാപാരത്തിന്റെയൊക്കെയും ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഈ ഡാർക്ക് നെറ്റ് ആണ്. അവിടെ എല്ലാവിധ അധോലോക പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന വലിയ വലിയ കണ്ണികൾ, ശൃംഖലകൾ, വലിയ ഗ്യാങ്ങുകൾ, ഇതെല്ലാം തന്നെ ഇത് കണ്ടെത്തുന്നതിന് പോലും വലിയ ബുദ്ധിമുട്ടുണ്ട്. ലോക പോലീസിന് പോലും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് ഇവർ എത്തിപ്പെട്ടു എന്നത് തന്നെയാണ്. അവിടെ ഈ മരണങ്ങളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി പോലീസ് പറയുന്നുണ്ട്. അതായത് നിധിൻ 2 പേരെ കൊലപ്പെടുത്തി എന്നിട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നതാണ്. അതായത് യുവതികളെ കൊലപ്പെടുത്തുകയും പിന്നീട് ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു എന്നൊരു നിഗമനം കൂടിയുണ്ട്. ഇവർ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന്
കഴിച്ചിരുന്നു. ഇവരുടെ മനോനിലയിൽ വലിയ മാറ്റമുണ്ടായിരുന്നു. കാരണം ഇവർ ആരുമായും സഹവസിക്കുന്ന, പരിസരവാസികളുമായി സംസാരിക്കുന്ന, ബന്ധുക്കളുമായി അടുത്ത് ഇടപഴകുന്ന അങ്ങനെ ഒരു സ്വഭാവവും ഉണ്ടായിരുന്നില്ല. സമീപകാലമായി പൂർണ്ണമായും അടച്ച് മുറിക്കുള്ളിൽ ഇരിക്കുന്ന തരത്തിലായിരുന്നു. ഈ മൂവരും മാത്രമായിരുന്നു സമ്മതിച്ചിരുന്നത്. ഇവർ സംസാരിച്ചിരുന്ന ഭാഷ തന്നെ കോഡ് ഭാഷ എന്ന നിലയ്ക്ക് തന്നെയാണ് പോലീസ് പറയുന്നത്. അതായത് ഒറ്റയടിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, എന്നാൽ വിചിത്രമായ കാര്യങ്ങൾ, അന്യഗ്രഹവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം തന്നെയാണ് ഇവർ സംസാരിക്കുന്നത്. അതിനുപോലും ഇവർ കോഡുകൾ ഉപയോഗിച്ചിരുന്നു. അതിപ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ്. ഏതായിരുന്നാലും ബ്ലാക്ക് മാജിക് എന്ന ഒരു സംശയം ആദ്യം ഉണ്ടായിരുന്നു. അത് കൂടുതൽ ബലപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ രേഖകളടക്കം പുറത്തു വരുന്നത്. സ്പേസ്ഷിപ്പിന്റെയും അതിന്റെ ഇന്ധനത്തിന്റെയും കാര്യം, അന്റാർട്ടിക്കയിൽ ഇങ്ങനെ ഒരു ഗവേഷണ കേന്ദ്രമുള്ള കാര്യം, മറ്റൊരു ലോകത്തെ മിതി എന്ന സാങ്കല്പിക കഥാപാത്രവുമായി സമ്മതിച്ചു എന്ന തരത്തിലുള്ള ചില രേഖകൾ. അതായത് അത് ആരാണ് സമ്മതിച്ചത്, ഇവർ തന്നെ സൃഷ്ടിച്ചതാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ മറ്റാരെങ്കിലും വരുന്ന ഇവരുമായി സമ്മതിച്ചതാണോ, അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. മിതി എന്ന ഒരു കഥാപാത്രം കൂടി ഈ രേഖകളുടെ ഭാഗമായി വരുന്നുണ്ട്. ആ തരത്തിൽ ഇവർ മാനസിക നില പൂർണ്ണമായും മറ്റൊരു നിലയിലേക്ക് മാറുകയും ഏറ്റവും ഒടുവിൽ ആത്മഹത്യയിൽ ഇവർ അഭയം പ്രാപിക്കുകയുമായിരുന്നു. അല്ലെങ്കിൽ രണ്ടുപേരെ കൊലപ്പെടുത്തി ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് ജീവൻ വെടിയാൻ ഈ 3 പേരും തീരുമാനിച്ചിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ കൃത്യമായി പുറത്തു വരുന്ന വിവരങ്ങൾ. അശ്വതി, ശരി, എന്തായാലും ഈ മരണത്തിന് പിന്നിൽ ഡാർക്ക് നെറ്റിന്റെ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നുള്ള വിചിത്ര രേഖകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെടുത്തിരിക്കുന്നത്. വി വിനോദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ED. MM വർഗീസ് സമയം നീട്ടി ചോദിച്ചിരുന്നെങ്കിലും ED അനുവദിച്ചിരുന്നില്ല. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ PK ഷാജനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. PK ബിജു തിങ്കളാഴ്ച വീണ്ടും ഹാജരാകണമെന്നാണ് നിർദ്ദേശം. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, ഗുഡ് മോർണിംഗ്. ഈ കരുവന്നൂർ തട്ടിപ്പിൽ ഏറ്റവും പുതിയ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് MM വർഗീസിനാണ്. MM വർഗീസ് ഇന്ന് ഹാജരാകുമെന്നാണോ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? എന്തൊക്കെയാണ് വിശദവിവരങ്ങൾ? അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോഴുള്ള വിവരം അനുസരിച്ച് വർഗീസ് ഹാജരാകാനാണ് സാധ്യത. ഇതുവരെയും അദ്ദേഹം ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഹാജരാകുമെന്നാണ് നമുക്കിപ്പോഴും അറിയാൻ സാധിക്കുന്നത്. 10 മണിയോടുകൂടി അദ്ദേഹം ED ഓഫീസിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെയും അപ്രതീക്ഷിതമായി PK ബിജു ഹാജരായിരുന്നു. ആദ്യമൊക്കെ ഹാജരാകില്ല എന്ന് പറഞ്ഞതിന് ശേഷം സമയത്തെത്തുകയായിരുന്നു. അതേപോലെ തന്നെ MM വർഗീസും ഇന്ന് എത്താനാണ് സാധ്യത. ഇതിൽ ED പ്രധാനമായും അന്വേഷിക്കുന്നത് കരുവന്നൂർ ബാങ്കിൽ ചില CPM അറിയാവുന്ന ചില രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തൽ ED നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് MM വർഗീസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. പക്ഷേ നേരത്തെ തന്നെ ഇത്തരത്തിൽ പാർട്ടിക്കൊരു രഹസ്യ അക്കൗണ്ട് ഇല്ല എന്നാണ് നേരത്തെ തന്നെ MM വർഗീസും പാർട്ടിയും പറഞ്ഞിരുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകിയിരുന്നു. എങ്കിൽ പോലും ED തെളിവുകൾ അടക്കം ഹാജരാക്കിയാണ്, അല്ലെങ്കിൽ തെളിവുകൾ നിരത്തിയാണ് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ എന്തൊക്കെ ന്യായീകരണങ്ങളാകും അല്ലെങ്കിൽ എന്തൊക്കെ രേഖകളാകും MM വർഗീസ് ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ കൗൺസിലർ PK ഷാജനെയും ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അദ്ദേഹവും ഇന്ന് എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവരെ ഒന്നിച്ചിരുത്തിയാണോ ചോദ്യം ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ഇതിൽ പ്രധാനമായും ED അന്വേഷിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നോ, ഇതിൽ എത്ര ഇടപാടുകൾ നടത്തി, ഇവരുടെ അറിവോടായിരുന്നോ ഈ ഇടപാടുകൾ നടത്തിയതും രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിച്ചിരുന്നതും എന്നടക്കമുള്ള കാര്യങ്ങളാണ്. എന്തായാലും 10 മണിക്ക് തന്നെ ഇവർ രണ്ടുപേരും EDക്ക് മുന്നിൽ ഹാജരാകുമെന്നാണ് നമുക്ക് ഇതുവരെ അറിയാൻ കഴിയുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പായതിനാൽ ചില തിരക്കുകളുണ്ട്. അതുകൊണ്ട് ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിവാക്കി തരണമെന്ന് MM വർഗീസ് കഴിഞ്ഞ തവണയൊക്കെ നോട്ടീസിന് മറുപടിയായി നൽകിയിരുന്നു. പക്ഷേ ഇത്തവണ ഹാജരായേ പറ്റൂ എന്നുള്ളൊരു നിലപാടാണ് ED എടുത്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ PK ബിജു ഹാജരായ സാഹചര്യത്തിൽ MM വർഗീസും ഇന്ന് ഹാജരാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ മണിക്കൂറുകളാണ് PK ബിജുവിനെ ചോദ്യം ചെയ്തത്. ഈ ഒരു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷനിലെ ഒരു അംഗം കൂടിയായിരുന്നു PK ബിജു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു അന്വേഷണം നടത്തിയ സമയത്ത് കരുവന്നൂരിൽ ബാങ്ക് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ തുകകൾ വക മാറ്റിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ബിജുവിന് അറിയാമായിരുന്നു എന്നും ED ഇന്നലെ ചോദിച്ചിരുന്നു. ഒപ്പം ചില രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ഇത്
ഇതെല്ലാം കൊണ്ടാണ് ഇന്നലെ PK ബിജു ഇഡിക്ക് മുന്നിൽ ഹാജരായത്. അതോടൊപ്പം 7:30 കഴിഞ്ഞു ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചപ്പോൾ. അതിനുശേഷം ഈ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇഡി ആവശ്യപ്പെട്ട രേഖകളെല്ലാം ഹാജരാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയെന്നും വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഇവർ രണ്ടുപേരും കൂടി ഹാജരായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇഡിയുടെ തുടർ നടപടി, ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും ഇഡി ചോദിക്കുക, ഇവർ ഏതൊക്കെ വിധത്തിലായിരിക്കും ഈ ഒരു ചോദ്യത്തെ പ്രതിരോധിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന്, മസാല ബോണ്ട് ഇടപാടിലെ ഇഡിയുടെ പുതിയ സമൻസിനെതിരെ തോമസ് ഐസക് നൽകിയ ഉപഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഇന്ന് വരെ തൽസ്ഥിതി തുടരാനായിരുന്നു കോടതി കഴിഞ്ഞ ആഴ്ച നിർദ്ദേശം നൽകിയിരുന്നത്. ഉപഹർജിയിൽ ഇഡി മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചേക്കുമെന്ന് അറിയുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടി. അശ്വതി, ഇന്നാണ് തോമസ് ഐസക്കിനെയും ഇഡി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചതിൽ ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അതിനെതിരെ പലതവണ ഹൈക്കോടതിയിൽ തോമസ് ഐസക്ക് ഹർജി നൽകിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കിഫ്ബി അല്ലെങ്കിൽ ഈ മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട തനിക്ക് അറിവുകളില്ല. ഇത് കിഫ്ബി ഇതിന് മറുപടിയെല്ലാം ഇഡിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിൽ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രേരിതമാണ്. താനൊരു സ്ഥാനാർത്ഥിയാണ്, ലോക്സഭാ സ്ഥാനാർത്ഥിയാണ്. തന്നെ രാഷ്ട്രീയം അല്ലെങ്കിൽ തന്നെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ തനിക്കെതിരെ അപകീർത്തിപരമായിട്ടുള്ള പ്രചാരണം നടത്താൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാരും ഇഡിയും ഒത്തുചേർന്ന് തനിക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു വാദമാണ് തോമസ് ഐസക് കോടതിയിൽ ഉന്നയിച്ചത്. എന്തായാലും തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തോമസ് ഐസക്കിന് തന്നെ തീരുമാനമെടുക്കാമെന്ന് കഴിഞ്ഞ തവണ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതിനുശേഷം തന്നെയും തൽക്കാലം ഹാജരാകേണ്ട, ഈ തൽസ്ഥിതി തുടരട്ടെ എന്ന കാര്യം കൂടി ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന മറുപടി അല്ലെങ്കിൽ എന്തായിരിക്കും ഉത്തരവെന്നുള്ളതാണ് ഏറ്റവും നിർണായകം. പ്രത്യേകിച്ച് ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ഇഡി കൂടുതൽ നീക്കങ്ങൾ, അതായത് പാർട്ടിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള കൂടുതൽ നീക്കങ്ങൾ കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും തോമസ് ഐസക്കിന് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരവെന്നുള്ളത് ഏറെ നിർണായകമാണ്. അതോടൊപ്പം കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഇതിനു മുൻപ് മറ്റൊരു കേസ് പരിഗണിക്കുന്ന വേളയിൽ തന്നെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതായത് ഇഡിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തോട് സഹകരിക്കണം. അത് മറ്റൊരു കേസുമായി ബന്ധപ്പെടുത്തിയായിരുന്നു പറഞ്ഞത്. അതായത് ഇതൊരു നിയമ സംവിധാനമാണ്. അവർ അയക്കുന്ന നോട്ടീസുകളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് ഹാജരാകേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി മറ്റൊരു കേസ് പരിഗണിക്കുമ്പോൾ അറിയിച്ചിരുന്നു, ഉത്തരവിട്ടിരുന്നു. ആ ഒരു കാര്യം തോമസ് ഐസക്കിനും വരികയാണെങ്കിൽ ഇന്നത്തെ ഹർജി പരിഗണിക്കുമ്പോൾ തോമസ് ഐസക്കിനോടും ഈ ഒരു അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് പറയുകയാണെങ്കിൽ തോമസ് ഐസക്കിന് ഹാജരായേ പറ്റൂ, ചോദ്യം ചെയ്യലിന് മുൻപിൽ ഇരുന്നേ പറ്റൂ. മറ്റൊരു കാര്യം, ഈ നമുക്ക് അറിയാം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പലതവണ ഈ നോട്ടീസ് അയച്ചിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത സാഹചര്യത്തിലാണ് പിന്നീട് അറസ്റ്റിലേക്കൊക്കെ പോകുന്നത്. ഇത് 7ാമത്തെ തവണയാണ് തോമസ് ഐസക്കിന് നോട്ടീസ് അയക്കുന്നത്. ഇനിയും ഹാജരായില്ല എന്നുണ്ടെങ്കിൽ ഈ ഹൈക്കോടതി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പറഞ്ഞാൽ തന്നെയും എങ്കിൽ പോലും തോമസ് ഐസക്ക് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള സാഹചര്യവും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അശ്വതി. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്. കണ്ണൂർ പാനൂരിൽ വയോധികയ്ക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതര പരുക്ക്. തെക്കുമുറി സ്വദേശിനി മന്നിക്ക് ആണ് ഗുരുതരമായി പരിക്കേറ്റത്. വീട്ടുവളപ്പിൽ കശുവണ്ടി ശേഖരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. പരിക്കേറ്റ വയോധികയെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരം ആയതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തൃശൂർ മൂർക്കനാട് നടന്ന സംഘർഷത്തിൽ കുത്തേറ്റ 2ാമത്തെയാളും മരിച്ചു. ആനന്ദപുരം സ്വദേശി സന്തോഷാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ സന്തോഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ആക്രമണം നടന്ന ബുധനാഴ്ച അക്ഷയ് എന്ന യുവാവും മരിച്ചിരുന്നു. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പാറമേക്കാവ് ദേവസ്വത്തിന്റെ മണികണ്ഠനാൽ പന്തൽ കാൽനാട്ടൽ കർമ്മം ഇന്ന് നടക്കും. ചടങ്ങിൽ പാറമേക്കാവ് മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരി ഭൂമി പൂജ നടത്തും. രാവിലെ 9-നും 10:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് കാൽനാട്ട് കർമ്മം നടക്കുക. പൂരത്തിനോടനുബന്ധിച്ചുള്ള പ്രദർശനം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. 13-ന് പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടക ക്ഷേത്രങ്ങളിലും പൂരം കൊടിയേറും. ഏപ്രിൽ 19-നാണ് തൃശൂർ പൂരം. ഇടവേള.
ഇല്ലായ്മ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തെ ബാധിക്കില്ലെന്ന് വി.ടി. ബൽറാം. തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും UDF മുന്നേറ്റമുണ്ടാകുമെന്നും വി.ടി. ബൽറാം ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ നമുക്കൊരു അതിഥിയുണ്ട്, വി.ടി. ബൽറാമാണ്. വി.ടി. ബൽറാം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് പ്രചാരണമൊക്കെ മുന്നോട്ട് പോകുന്നത്? പ്രചരണത്തിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് എല്ലായിടത്തും കടന്നിരിക്കുകയാണ്. ഞങ്ങൾ സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങി. അഭ്യർത്ഥന സഹിതമുള്ള സ്ക്വാഡുകൾ വീടുകൾ എല്ലാവരും കയറി ഇറങ്ങി സ്ക്വാഡ് പ്രവർത്തനം നടന്നു മുന്നോട്ട് പോവുകയാണ്. ഇനി ഇപ്പോൾ ഒരു വിഷു വരെ 1-2 റൗണ്ട് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അതിനുശേഷം പൊതുസമ്മേളനങ്ങളും മറ്റ് സ്ഥാനാർത്ഥി പര്യടന പരിപാടികളും ഒക്കെ ആയിട്ട് അവസാനഘട്ട പ്രചരണ പരിപാടികളിലേക്ക് കടക്കും. ഏതായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തവണ കേരളത്തിൽ 20-20 നേടാൻ സാധിക്കുമെന്നുള്ള നല്ല നിലയിലുള്ള ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയാണ് UDF മുന്നോട്ട് പോകുന്നത്. വീട്ടിൽ ഇപ്പോൾ പാലക്കാട് മാത്രമാണ് നോക്കുന്നത്, മറ്റ് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയിരുന്നോ? ഉണ്ട്, ഞാൻ എല്ലായിടത്തും പോയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മണ്ഡലമായ തൃത്താലയുടെ ഭാഗമായിട്ടുള്ള പൊന്നാനിയിലെ പ്രചരണങ്ങളിലുണ്ടായിരുന്നു, മലപ്പുറത്തുണ്ടായിരുന്നു, വടകരയിലുണ്ടായിരുന്നു, കോഴിക്കോടുണ്ടായിരുന്നു. നാളെ ഇടുക്കിയുടെയും എറണാകുളത്തിൻ്റെയും ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് പോവാണ്. തിരുവനന്തപുരത്ത് പോയിരുന്നു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് KPSC വൈസ് പ്രസിഡന്റ് എന്നുള്ളതിലേക്ക് അങ്ങനെ കേരളത്തിലുടനീളം പോകേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ അതോടൊപ്പം ആലത്തൂരിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധയുണ്ടാവും. ഈ വടകരയിൽ എന്താണ് സാധ്യത? എങ്ങനെ പൊതുവെ ഷാഫിക്ക് അനുകൂലമായ ഒരു തരംഗം എന്നൊക്കെ കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ. നിങ്ങൾ കാണുന്നതാണല്ലോ ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിത്വം അവിടെ പ്രഖ്യാപിക്കപ്പെട്ട നിമിഷം തൊട്ട് വടകരയിൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം അവിടെ വന്നിറങ്ങിയ സമയത്തുണ്ടായ ഒരു ആരവം നിങ്ങൾ കണ്ടതാണ്. ആ ഒരു സ്പിരിറ്റും ആ ഒരു എന്തൂസിയാസവും ഇപ്പോഴും നിലനിർത്താൻ കഴിയുന്നു എന്ന് മാത്രമല്ല, അത് നാൾക്കുനാൾ കൂടി വരുന്നു എന്നുള്ളതാണ് വടകരയിലെ കാഴ്ചയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എല്ലാ വിഭാഗം ജനങ്ങളും, അത് ചെറുപ്പക്കാരാവട്ടെ, സ്ത്രീകളാവട്ടെ, സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളാവട്ടെ, അവരുടെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു അഭൂതപൂർവമായിട്ടുള്ള പിന്തുണ ഷാഫിക്ക് അവിടെ നേടാൻ സാധിക്കുന്നുണ്ട്. നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ സാധിക്കും. ഈ തൃശ്ശൂർ അതുപോലെ തന്നെ ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്നതാണ്. അവിടെ മുരളീധരനും VS സുനിൽകുമാറും സുരേഷ് ഗോപിയും. അവിടെ എങ്ങനെയാണ്, എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? തൃശ്ശൂർ ത്രികോണ മത്സരം എന്നുള്ള അവസ്ഥയിൽ നിന്നൊക്കെ കാര്യങ്ങൾ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. സുരേഷ് ഗോപിയൊക്കെ ഒരുപാട് പുറകോട്ട് പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ മത്സരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ശ്രീ കെ മുരളീധരന് വിജയിക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും രണ്ടാം സ്ഥാനത്ത് LDFന്റെ കാൻഡിഡേറ്റ് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സാമ്പത്തിക പ്രശ്നം നന്നായിട്ട് UDFനുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിന്. ഫണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യപ്പെടുന്നു. യഥാസമയം ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ടൊന്നും ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇത് എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നോടിയായി ഈ നിലയിലുള്ള വേട്ടയാടൽ സമീപനങ്ങൾ രാജ്യത്തെ പ്രതിപക്ഷത്തിന് നേർക്ക് ഭരണകൂടം അഴിച്ചുവിടുന്നത്. അതിൽ കോൺഗ്രസിന് നേരെ അവർ ഉപയോഗിച്ച ആയുധം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുഴുവൻ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന്റെ പുറമെ 1800ഓളം കോടി രൂപ കോൺഗ്രസ് ഇൻകം ടാക്സിന് അടിയന്തരമായിട്ട് അടയ്ക്കണം എന്ന് പറഞ്ഞ നോട്ടീസാണ് കോൺഗ്രസിന് സെർവ് ചെയ്തത്. അതിനിപ്പോൾ താൽക്കാലികമായിട്ട് കോടതി വഴി ഞങ്ങൾക്ക് ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു സമീപനമാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസിനെ സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുങ്ങാതെ നോക്കുന്നു, അതിന്റെ മറുഭാഗത്ത് അരവിന്ദ് കെജ്രിവാളിനെ പോലെ സംഘപരിവാറിന് അലോസരം സൃഷ്ടിക്കുന്ന, കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രിമാരെ പോലും തടവിലിടുന്നു. ഒരു പ്രതിപക്ഷമുക്ത ഭാരതമാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന്റെ ഇരകളാണ് ഇന്ത്യയിലെ സംഘപരിവാർ അല്ലാത്ത മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മുഴുവൻ ആളുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം. അതിനുവേണ്ടി ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കേരളത്തിലെ സാഹചര്യത്തിൽ കേരളത്തിലെ സി പി എമ്മിന് ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അവരിപ്പോഴും ഞങ്ങളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരടക്കം ഇതിന്റെ ഇരകളാണ് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ. ഈ രാജ്യത്തെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഗൗരവതരമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ പോലും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടക്കണം, എല്ലാവർക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യയെ ഉപദേശിക്കേണ്ടി വരുന്നൊരവസ്ഥ ഇന്ത്യയുടെ 75 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഒരു ഇലക്ടറൽ ഓട്ടോക്രസി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ജനാധിപത്യം അധപ്പതിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയ പോരാട്ടം നമ്മൾ നടത്തുമ്പോൾ അതിന്റെ ഒരു ഗൗരവം ദൗർഭാഗ്യവശാൽ കേരളത്തിലെ CPM-ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യം. ഈ തെരഞ്ഞെടുപ്പിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നതാണല്ലോ. ഒരു പ്രധാനമായി ഉന്നയിക്കുന്ന ഇപ്പോൾ ഈ SDPI പിന്തുണ പ്രഖ്യാപിച്ചത് UDF-നാണ്. അത് എല്ലാ കാലങ്ങളിലും ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളുമായി UDF കൂട്ടുകൂടാറുണ്ട് എന്നാണ് ഇപ്പോൾ LDF-ന്റെ ഒരു ആരോപണം. അങ്ങനെയാണ്. നിങ്ങൾക്ക് കേരളത്തിന്റെ ചരിത്രം അറിഞ്ഞുകൂടെ? PDP-യുമായിട്ട് പരസ്യമായ ധാരണയുണ്ടാക്കിയത് ഇന്നലകളിൽ CPM-ഉം LDF-ഉമാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് കാലം അവരുടെ ഒപ്പമായിരുന്നു.
ഇന്നും പല സംഘടനകളെയും അവർ കൂടെ ചേർക്കാൻ നോക്കുന്നുണ്ട്. ഈ SDP-യെ ഈ അടുത്ത കാലം വരെ ഞങ്ങൾക്ക് വളരെ എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ആളുകളാണ്. ഞങ്ങൾ UDF-ന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള മതനിരപേക്ഷ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വോട്ട് കിട്ടണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF-ന്റെ പുറത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും, അത് SDP ആവട്ടെ മറ്റേത് പാർട്ടി ആവട്ടെ, ഞങ്ങൾക്ക് രാഷ്ട്രീയ ധാരണകളില്ല. എന്നാൽ പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഓരോരുത്തരും ഇൻഡിവിജ്വലാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധ്യം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാജ്യം നേരിടുന്ന ഒരു വലിയ ഭീഷണിയുടെ അന്തരീക്ഷത്തിൽ ആരെയാണ് വിജയിപ്പിക്കേണ്ടത്, ആരെയാണ് താഴെ ഇറക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഈ രാജ്യത്തെ മുഴുവൻ വോട്ടർമാർക്കും 95 കോടി വോട്ടർമാർക്കും കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് ഏത് പാർട്ടിക്കാർക്കും ഇത്തവണ വോട്ട് ചെയ്യാനുള്ള ഒരേ ഒരു ഓപ്ഷൻ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവുമാണ്. അതിൽ സ്വാഭാവികമായിട്ടുള്ള വോട്ടുകൾ പല ഭാഗങ്ങളും ഞങ്ങൾക്ക് വന്നു വീഴും. പക്ഷേ ഞങ്ങൾക്ക് ഒരു പാർട്ടി എന്ന നിലയിൽ, ഒരു മുന്നണി എന്ന നിലയിൽ UDF-നകത്തുള്ള കക്ഷികളുമായിട്ടല്ലാതെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ധാരണയും ഈ തെരഞ്ഞെടുപ്പിലില്ല. ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി TN സരസുവിന്റെ സംസ്കാരമല്ല തന്റെ സംസ്കാരമെന്ന UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. പാട്ടുപാടുന്നവരെ മുഴുവൻ TN സരസു ആക്ഷേപിച്ചിരിക്കുകയാണ്. പാട്ടുപാടാത്ത ഒരു കഴുതയുമില്ലെന്ന് സരസുവിന്റെ പരാമർശത്തിൽ ന്യൂസ് 18നോട് പ്രതികരിക്കുകയായിരുന്നു രമ്യ ഹരിദാസ്. ആലത്തൂർ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MP-യുമായ രമ്യ ഹരിദാസ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെ പോകുന്നു പ്രചാരണം? ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായിട്ട് ജനവിധി തേടുന്നതിന് വേണ്ടി ഇപ്പൊ നാമനിർദ്ദേശ പത്രിക പാലക്കാട് ജില്ലാ ഭരണകൂടത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞു. വലിയ ആവേശത്തോടുകൂടി, വലിയ പിന്തുണയോടുകൂടി ജനങ്ങൾ ആ 26-ാം തീയതി എന്ന് പറയുന്ന ജനകീയ ഉത്സവത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം രാഹുൽ ഗാന്ധിയോടൊപ്പം രാജ്യത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുവാൻ തയ്യാറെടുത്ത് കാത്തു നിൽക്കുക. പ്രധാനമായും ഈ ആലത്തൂർ മണ്ഡലത്തിന്റെ ഒരു വികസന സാധ്യതകൾ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത്? കാരണം ആലത്തൂർ പാർലമെന്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പാലക്കാട് ജില്ലയും തൃശൂർ ജില്ലയും കൂടി ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ്. അപ്പം പാലക്കാട് ജില്ലയിൽ ഇനിയും എന്താ പറയുക, ആരോഗ്യ മേഖലയിൽ കുറച്ചുകൂടി മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നെന്മാറ പോലെ കിടക്കുന്ന ഉൾപ്രദേശങ്ങളിലെ ആളുകൾ പോലും ഇന്നും ആശ്രയിക്കുന്ന ആശുപത്രി ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെയാണ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിൽക്കുന്നത്. അവിടെയാണ് ഇന്നും അതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്നത്. പാലക്കാട് ജില്ലയിൽ നിൽക്കുന്ന മെഡിക്കൽ കോളേജ് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ മണ്ഡലത്തിലെ നെല്ലിയാമ്പതി പോലെ പറമ്പിക്കുളം പോലെയുള്ള മേഖലകളിൽ നിന്നുള്ള ഏറ്റവും സാധാരണക്കാരന് തൃശ്ശൂരിലേക്ക് എത്തിപ്പെടുന്ന സമയത്തുണ്ടാകാവുന്ന ബുദ്ധിമുട്ട് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് പാലക്കാടിലെ മെഡിക്കൽ കോളേജ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷക്കാലം അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിരുന്നോ? നമ്മൾ ഈ പാലക്കാട് മെഡിക്കൽ കോളേജിന് വേണ്ടി, പ്രത്യേകിച്ച് പാലക്കാട് MP ആ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഇടുമ്പോൾ അതിനോടൊപ്പം ചേർന്നുന്ന ഒരാളാണ്. അപ്പൊ അതേപോലെ തന്നെ കുടിവെള്ളം ഏറ്റവും വലിയ രൂക്ഷമായിട്ട് വരുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അമ്മമാരാണ്. അപ്പം നമ്മൾ വെച്ചിരിക്കുന്ന പ്രപ്പോസലുകളിലെല്ലാം എല്ലാവർക്കും ആ പ്രത്യേകിച്ച് ഈ എന്താ പറയുക, ഇപ്പൊ നമ്മൾ അതിജീവിക്കുന്ന ഈ ചൂട് നിറഞ്ഞ ഘട്ടത്തിലാണ്. അപ്പം എല്ലാ ആളുകളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും അത്തരം രീതിയിൽ ഏറ്റവും സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളിൽ അത്തരം ഒരു മാറ്റം ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നെൽകർഷകര് ഈ വെള്ളത്തിന്റെ ക്ഷാമം തന്നെയാണ്. കാരണം വെള്ളം മേടിച്ചെടുക്കാൻ ഇപ്പം തമിഴ്നാട് അതിർത്തിയിലാണ് ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത്, പക്ഷേ കേരളത്തിൽ തന്നെയാണ്. പക്ഷെ അതിന്റെ കൺട്രോൾ ഇരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പം അത് അവിടെ നിന്ന് മേടിച്ചെടുക്കുന്നതിന് സർക്കാർ സംവിധാനം പരാജയപ്പെട്ടു. അപ്പം നമ്മൾ നേരത്തെ പറയുന്നതാണ്, കാരണം കാലാകാലങ്ങളായി നെല്ല് കരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകുന്നു എന്ന് പറയുന്നതല്ലാതെ അതിന് ശാശ്വതമായിട്ട് ശരി കഴിഞ്ഞ കൊല്ലം നെല്ല് കരിഞ്ഞുപോയി അല്ലെങ്കിൽ വയൽ ഉണങ്ങിപ്പോയി, വരുന്ന വർഷമെങ്കിലും അത് ഉണങ്ങാതെ നോക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ സർക്കാർ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ പുല്ല് വിലക്കെടുക്കുക അല്ലെങ്കിൽ അത് നെവർ മൈൻഡ് ആക്കുക. നമ്മൾ ഇത് പറയുന്ന സമയത്ത് അവർക്കതൊരു വിലയില്ലാത്ത രീതിയിൽ അത് ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു വിമുഖത പലപ്പോഴും തോന്നും. അതുകൊണ്ടാണ് ഇപ്പം ഈ ചിറ്റൂർ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ കർഷകർ ഇത്തവണയും തീടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഈ ആലത്തൂരിന്റെ ഒരു പ്രശ്നം ലോക്സഭയിൽ എത്രത്തോളം അല്ലെങ്കിൽ പാർലമെന്റിൽ എത്രത്തോളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് MP എന്ന നിലയിൽ? കാരണം നമുക്ക് പാർലമെന്റിനകത്ത് ലഭിക്കുന്ന സമയങ്ങളിൽ അത് ചോദ്യോത്തര വേളകളാണെങ്കിലും മറ്റ് ചർച്ചകളാണെങ്കിലും നറുക്കെടുപ്പിലൂടെ ചോദ്യങ്ങൾ എടുക്കുന്ന സമയത്ത് എല്ലാ MP-മാർക്കും നറുക്കെടുത്തിട്ടാണ് കിട്ടുക. അപ്പൊ അതിനകത്ത് പരമാവധി വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന മറ്റു വിഷയങ്ങൾ, അതേപോലെ തന്നെ സമൂഹത്തിൽ ഓരോ സാഹചര്യങ്ങളിൽ വരുന്ന വിഷയ അടിസ്ഥാനത്തിലും നമ്മൾ അതിനകത്ത് ചോദ്യങ്ങളായിട്ടും കൊടുത്തിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ പറയേണ്ടത് പാർട്ടിക്ക് കൊടുക്കുന്ന സമയമാണ് ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ. അപ്പൊ അതിനകത്ത് പരമാവധി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു പുതിയ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം കൂടി ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കാം. അത് എല്ലാ വിഷയത്തിലും, അപ്പൊ ബഡ്ജറ്റ് ചർച്ചയാണെങ്കിലും പ്രസിഡന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗമാണെങ്കിലും ബില്ലുകൾ വരുമ്പോഴും അതിനകത്തൊക്കെ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു പുതിയ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കൂടുതൽ അവസരങ്ങൾ പാർട്ടി നൽകിയിട്ടുണ്ട്. അപ്പം അതെനിക്ക് വളരെയധികം ഗുണകരമായി. കാരണം എന്റെ മണ്ഡലവുമായി റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ മണ്ഡലത്തിലെ കുടുംബാംഗങ്ങൾക്ക് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളിൽ അതിലെല്ലാം ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ വിദേശത്ത് പോയിട്ടുള്ളത് താങ്കളാണ് എന്നുള്ള രീതിയിൽ LDF ഒരു പ്രചാരണം നടത്തുന്നുണ്ട്. കാരണം 5 വർഷത്തിനിടയിൽ 50ഓളം പ്രാവശ്യം വിദേശത്ത് പോയി. അവർക്ക് മണ്ഡലത്തിലിരിക്കാൻ സമയമില്ല, മണ്ഡലത്തിലെ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ സമയമില്ല എന്നുൾപ്പെടെയുള്ള കാര്യം. സാധാരണ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ വലിയ ആരോപണങ്ങൾ വരാറുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അതിപ്പോ വസ്തുതയുണ്ടോന്ന് അവരുണ്ട്. വസ്തുത പറയുന്ന ആളുകളൊന്നും അല്ലല്ലോ ഈ ഇടതുപക്ഷത്തിന്റെ ആളുകൾ. അപ്പൊ അവര് നമ്മളെ താഴ്ത്തിക്കെട്ടുന്നതിന് അല്ലെങ്കിൽ നമ്മൾക്കെതിരെ ഏതെങ്കിലും ആയുധം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവര് വലിയ രീതിയിൽ നടക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്റെ മണ്ഡലവുമായി ഇപ്പം നെന്മാറ ദേശം എന്ന് പറയുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു കൂട്ടായ്മ വിദേശത്തുണ്ട്. അവരുടെ ഓണാഘോഷ പരിപാടി തുടക്കം മുതലേ നമ്മളോട് സംസാരിക്കണം. കോവിഡ് കാരണം പോയിട്ടുണ്ടാവും, നോക്കിയിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. രാജ്യങ്ങളിൽ പോയി അതും നോക്കി തന്നെ പറയേണ്ടി വരും. നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ, പിന്നെ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ പാർലമെന്റിനകത്ത് ഇന്ത്യയുടെ പാർലമെന്റ് MPമാർക്ക് നൽകുന്ന അവസരങ്ങളുണ്ട്. അതിനകത്തൊക്കെ അവർ ആ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് ചില രാജ്യങ്ങളിലെ എന്താ പറയാ ഇപ്പം യൂണിറ്റുകൾ, ചിലപ്പം വലിയ വ്യാവസായിക യൂണിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഞാനിരിക്കുന്ന ഹെൽത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റിയുടെ ഇതായിരിക്കാം. അപ്പം അങ്ങനെയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ നമുക്ക് പോവാതിരിക്കാൻ കഴിയില്ല. അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ചില പരിപാടികളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ വിദേശത്തിരിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ എന്റെ ഏറ്റവും വലിയ കരുത്തരാണ്, എന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ഞാൻ ഒരു കാര്യം പറയാം, പ്രവാസി സുഹൃത്തുക്കളുടെ കുടുംബാംഗങ്ങളുടെ ഒരു വലിയ പ്രാർത്ഥന കൂടി ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളൊരു സന്തോഷം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. എന്റെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞ് ആദ്യത്തെ ചോദ്യം ന്യൂസ് 18 നിങ്ങളെക്കുറിച്ചായിരുന്നു. നിങ്ങളുടെയൊക്കെ വലിയ പ്രാർത്ഥനയും പിന്തുണയും കൂടെ ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. എഡിറ്റ് ചെയ്ത് ഒഴിവാക്കി കളയരുത് എന്റെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് തോന്നുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ? കാരണം കഴിഞ്ഞ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, UDF വലിയൊരു അട്ടിമറി വിജയം തന്നെ പലയിടങ്ങളിലും ഉണ്ടായി. അങ്ങനെ ഒരു സാധ്യത എത്രത്തോളമാണ് മണ്ഡലത്തിലുള്ളത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിലും ആ സാഹചര്യങ്ങളിലെല്ലാം കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു കാര്യം മതേതരത്വമാണ്. എല്ലാ ആളുകളെയും ഉൾക്കൊള്ളണം, എല്ലാ ആളുകളെയും ചേർത്ത് നിർത്തണം, എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുകയും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിഭജിക്കുവാൻ പോകുന്നവരെ ശക്തമായിട്ട് കോൺഗ്രസ് എതിർക്കും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്തത് എല്ലാ വൈവിധ്യങ്ങളുമുള്ള ഒരു ഇന്ത്യയാണ് നമ്മൾ പടുത്തുയർത്തിയത്. അല്ലെങ്കിൽ നമ്മൾ രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. സമഗ്രമായ ഒരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം.